ഇതൊരു ഭർത്താവിൻ്റെ ചോദ്യമാണ്. അവർ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ ഫസ്ഖ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അവർ 3 മാസം മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം പ്രവാസിയായിരുന്നു. പിന്നെ ഇപ്പോൾ തിരിച്ചു പ്രവാസത്തിലേക്ക് വന്ന ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ വേറെ വിവാഹം കഴിക്കാനൊന്നും കഴിയണില്ല. പിന്നെ അവളുടെ ഓർമ്മകൾ മനസ്സൊന്നും മായണില്ല. എന്നാൽ അവൾ എന്ത് ചെയ്തു? വേറെ വിവാഹം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നു. വീട്ടുകാർക്ക് ആലോചനകൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ മാനസികമായൊരു താല്പര്യം വരുന്നില്ല. അവൾ പോയതിന് ശേഷം പിന്നെ കുടുംബക്കാരോടുള്ള കോണ്ടാക്റ്റ് അടക്കം ഇല്ലാതായിട്ടുണ്ട്. ഈ ഒരു മാനസികാവസ്ഥ തരണം ചെയ്യാൻ നല്ലൊരു ഉപദേശം പ്രതീക്ഷിക്കുന്നു. അതായത് പിന്നെ ഈ ഒരു വിഷയം ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കാരണം നമ്മൾ ഒരു ആണും പെണ്ണും തമ്മിൽ പരമാവധി ഒരു ബന്ധം, ഒരു അന്യരായ ആളുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായി പോകുന്നതിനെ ഇസ്ലാം വളരെ ശക്തമായ ഒരു സംഗതിയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പെണ്ണ് സംസാരിക്കുമ്പോൾ തന്മയത്വത്തോടെ സംസാരിക്കരുത്, ഒരാണും പെണ്ണും ഒറ്റയ്ക്കാവരുത് എന്ന് പറഞ്ഞാൽ മനസ്സ് അടുക്കുന്നതോടുകൂടെ ആ അടുപ്പത്തെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിലെത്തുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ, നമ്മളൊരു പെണ്ണിനെ ആണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നറിയോ? എന്തെങ്കിലും ഒരു തടസ്സം ആ ഇഷ്ടത്തെ ഇല്ലാതാക്കാനോ അതൊരു ദേഷ്യമോ വെറുപ്പൊക്കെ ആയി മാറാൻ ഒരു സാഹചര്യം ഇല്ലാത്തിടത്തോളം കാലം അവർക്ക് ഒന്നായി ജീവിക്കണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിവാഹിതരായ ആളുകൾ വേറെ ഏതെങ്കിലും സ്ത്രീയോട് സംസാരിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ വേറെ പുരുഷന്മാരോട് സംസാരിക്കുക, അതേമാതിരി മുമ്പ് കാലത്ത് നമുക്ക് പരിചയമുള്ളവരുള്ള ബന്ധങ്ങളെ രണ്ടാമത് നമ്മൾ പുതുക്കുക, അതേമാതിരി ഒരു പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ബന്ധുക്കൾ തടസ്സപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അറിയോ, ഇതൊരു അപൂർണതയിൽ നിൽക്കും. ഈ അപൂർണതയാണ് ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് എന്ത് ചെയ്തു, അയാൾക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായി. അപ്പോൾ ഇനി എന്താണെന്ന് വിചാരിച്ചാൽ ആ സ്ത്രീ ജീവിതത്തിലേക്ക് വരണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ആദ്യഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഇയാൾ വേണ്ടത്ര ബന്ധങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകാത്തത് കൊണ്ടായിരിക്കുമോ അവർ അവിടെ ഒഴിവാക്കിയെന്നല്ല മനസ്സിലാവുന്നത്. അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ചോദ്യത്തിൽ പറയണില്ല. സ്ത്രീ അവരെ ഒഴിവാക്കിയ പോലെയല്ലേ പറയുന്നത്? അതാണ് പറയുന്നത്. ആ സ്ത്രീ അവരെ ഒഴിവാക്കാനുള്ള കാരണം എന്താണ്? സ്വാഭാവികമായും അവർക്ക് ഇവരെ ഭർത്താവായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും കാണാതിരുന്നത് കൊണ്ടായിരിക്കണം. അപ്പോൾ അത് പലപ്പോഴും പല പുരുഷന്മാർക്ക് വരുന്ന അബദ്ധമാണ്. എന്ത്, നമ്മൾ കല്യാണം കഴിച്ചാൽ അവളോടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എന്താ പറയുക, ഒരു സ്ത്രീ വളരെയധികം വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാ പുരുഷന്മാർക്കുള്ള പോലെ സ്ത്രീകൾക്കും ഉണ്ടാവും. അപ്പോൾ അവർ കുറേയൊക്കെ സഹിക്കും. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ പിന്നെ അവർ അത് വേണ്ടെന്ന് തീരുമാനിക്കും. ആ തീരുമാനം പിന്നെ മാറ്റിയെടുക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവസാന ഘട്ടത്തിൽ ഒരു സ്ത്രീ ഒരു തീരുമാനം എടുക്കുള്ളൂ. ഒരു ഡൈവേഴ്സിനോ അല്ലെങ്കിൽ ഒരു ഹുലഇനോ ഒക്കെ ഒരു തീരുമാനം ഒരു സ്ത്രീ എടുക്കുന്നത് അവസാന നിമിഷത്തിലായിരിക്കും. കാരണം അവർക്കൊരു ഡൈവേഴ്സ് ഒരു അപമാനമായിട്ടാണ് പല ആളുകളും കാണുന്നത്. പ്രത്യേകിച്ച് ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സംരക്ഷണം, പല പല ബുദ്ധിമുട്ടുകളില്ല. പിന്നെ ഒരു പുരുഷൻ്റെ കൂടെ ജീവിച്ചു പോയി അയാളെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവും, അയാളെ ഒഴിവാക്കുക. അതുകൊണ്ട് ഒരു സ്ത്രീ അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ തിരിച്ചു വരൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏതായിരുന്നാലും എന്താ വെച്ചാൽ അവൾ വേറെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായി എന്ത് ചെയ്യാം, ഇനി അവൾ എനിക്കില്ലാന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, വേറെ വിവാഹത്തിന് തയ്യാറാവുക. തീർച്ചയായും വേറെ സ്ത്രീയെ പരിചയപ്പെട്ട് അവർ വിവാഹത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഇതില്ലാതായി പോകും. ഇനിയൊരു വിവാഹം കഴിച്ചിട്ടും അദ്ദേഹത്തിന് എന്താണ്, പഴയത് മറക്കാൻ പറ്റുന്നില്ല, പുതിയ ആളെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ ആ സമയത്തൊരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമായാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായും അയാൾക്കൊരു പുതിയ കുടുംബ ജീവിതത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.